ഞാൻ ഈ സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട്. വളരെ ഏതാണ്ട് ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, എഴിഞ്ഞിലാണ്. ഞാൻ ഏതാണ്ട് 1956, 3 വർഷം 4th, 5th, 6th 3 വർഷം മലയാളം പഠിപ്പിച്ച ടീച്ചറാണ്. വളരെ നല്ലൊരു സിസ്റ്ററാണ്, വളരെ സ്നേഹമുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ എപ്പോഴും ഞങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങോട്ട് പറയുമായിരുന്നു. ഈ പാട്ടൊക്കെ ഞങ്ങൾ അന്നേ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് വരുമ്പോൾ മീറ്റിംഗ് വരുന്ന സമയത്ത് പാട്ട് എഴുതി പാട്ട് പഠിപ്പിക്കും. പിന്നെ പുള്ളിയുടെ ഞാൻ പാലായ്ക്ക് പോയ സമയത്ത് പുള്ളിയുടെ കാലൊടിഞ്ഞ് അപ്പം അൽഫോൻസാമ കാലിന് പൂർണ്ണ സുഖപ്രാപ്തി തമ്മെന്നും പറഞ്ഞൊരു പ്രത്യേക പാട്ടൊക്കെ കവിതയൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ആവശ്യത്തിന് വഴക്കും പറയും, ശരിക്കും പഠിക്കാതെ വന്നാൽ എല്ലാവർക്കും വളരെ സന്തോഷം. ഞാൻ ആ പേര് ടീച്ചറായിരുന്നു. എനിക്ക് ആ സിസ്റ്ററിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും എൻ്റെ പേര് സിസ്റ്റർ ബെനിഞ്ഞാന്ന് എടുത്തു. ഇത്ര നല്ലൊരു കവിയത്രയും നമുക്ക് കിട്ടിയല്ലോ എന്ന് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ, ഈവൻ മൈ ഫാദർ ഈസ് ഓൾസോ വൈകുന്നേരം കിടക്കുമ്പോഴൊക്കെ ഈ ജനിച്ച നാൾ തുടങ്ങി എന്നുള്ള പാട്ട് പലപ്പോഴും പാടി കരയും. ഞങ്ങൾ ആ പാട്ട് മുഴുവൻ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. ഞാൻ മടത്തി വന്നു കഴിഞ്ഞപ്പോഴായാലും ആ പാട്ട് എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കവിത വലിയ പുസ്തകമുണ്ട്, പിന്നെ ഞാൻ എഴുതിയ വലിയ പുസ്തകം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മടത്തിൽ മേടിച്ച് എൻ്റെ കൈവശമുണ്ട്. ഞാനത് പലർക്കും വായിക്കാനും കൊടുക്കുന്നുണ്ട്, പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ ഒരാൾ നമ്മുടെ ഈ നാട്ടിലുണ്ടല്ലോ, ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ബെനിഞ്ഞാമ്മയെക്കുറിച്ച് ലോകം അറിഞ്ഞിട്ടില്ല, ലോകത്തിന് അറിയാൻ സാധിച്ചിട്ടില്ല, പുള്ളി പരസ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ദൈവം സഹായിച്ചപ്പോൾ 125 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു മഹാസംരംഭം ഉണ്ടായതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എനിക്കിതിൽ പങ്കെടുക്കുന്നതിന് ഒട്ടും പറ്റുമായിട്ട് ഞാൻ വന്നതല്ല. ഇന്ന് ഞാൻ ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എങ്കിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വേറൊരു സിസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ വന്നതാണ്. വളരെ നന്ദി. ദൈവം ഇനിയും ബെനിഞ്ഞാമ്മയുടെ ഈ സംരംഭം വിപുലമായ രീതിയിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.